കടം EMI ഒക്കെ പെട്ടെന്ന് തീർക്കണോ? 3 വഴികൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ വഴിയാണ് ഏറ്റവും അടിപൊളി. കൂടുതൽ സാമ്പത്തിക അറിവുകൾക്ക് വേണ്ടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കൂ. നമ്പർ 3 സ്നോബോൾ മെത്തേഡ്. എല്ലാ കടങ്ങളും ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി വെക്കുക. ശേഷം പണം അടയ്ക്കുമ്പോൾ മിനിമം പേയ്മെന്റ് എല്ലാത്തിലും അടയ്ക്കുക. ചെറിയ കടത്തിൽ ഒരല്പം കൂട്ടി അടയ്ക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ ചെറിയ കടങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവും. ഇത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും. കടങ്ങൾ പെട്ടെന്ന് തീർക്കാനുള്ള ഊർജ്ജം നമുക്ക് നൽകുന്നതാണ്. അങ്ങനെ നമ്മുടെ കടങ്ങളെല്ലാം പെട്ടെന്ന് തീരുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. ലക്ഷ്യബോധമില്ലാത്തതിലും എത്രയോ നല്ലതാണ് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്. നമ്പർ 2 അവലാഞ്ച് മെത്തേഡ്. ഇതിൽ ചെറിയ കടം വലിയ കടം എന്നൊന്നുമില്ല. നമ്മൾ കൂട്ടി അടയ്ക്കുന്നത് പലിശ കൂടുതലുള്ള കടങ്ങളാണ്. അങ്ങനെ കൂടുതൽ പലിശയുള്ള കടം പെട്ടെന്ന് തീരുന്ന സമയത്ത് ആ കടത്തിന് നമ്മൾ അടച്ചിരുന്ന പലിശ മറ്റ് കടങ്ങളുടെ മുതലിലേക്ക് കൂട്ടി അടയ്ക്കാൻ പറ്റും. അങ്ങനെ കടം പെട്ടെന്ന് തീർക്കാം. നമ്പർ 3 ബ്ലിസാർഡ് മെത്തേഡ്. ഇത് സ്നോബോൾ മെത്തേഡും അവലാഞ്ച് മെത്തേഡും ഒന്നിച്ചുള്ള ഒരു വഴിയാണ്. അതായത് തുടക്കത്തിലെ ഒരു ആത്മവിശ്വാസത്തിന് കടത്തിന്റെ എണ്ണം കുറഞ്ഞു എന്ന് നമുക്ക് തന്നെ തോന്നാൻ ചെറിയ കടങ്ങൾ ആദ്യം തീർക്കാം. അതിനുശേഷം ചെറുത് വലുത് എന്നൊന്നും നോക്കാതെ പലിശ കൂടുതലുള്ളത് അടച്ചു തീർക്കുക. ഈ വഴി ശരിക്കും മാനസികപരമായിട്ടും എഫക്റ്റീവാണ്, സാമ്പത്തികപരമായിട്ടും എഫക്റ്റീവാണ്. ശ്രദ്ധിക്കുക, കടങ്ങൾ അടച്ചു തീർക്കണമെങ്കിൽ പണം ഉണ്ടാക്കുക തന്നെ വേണം. അല്ലാതെ മാജിക് ഒന്നും നമ്മളെ സഹായിക്കില്ല, രക്ഷിക്കില്ല. അതുകൊണ്ട് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും വഴിയിലൂടെ വ്യക്തമായി പ്ലാൻ ചെയ്ത് കടങ്ങൾ പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കുക. ഉപകാരപ്പെടുന്നവർക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.